ജോർജ് ജോസഫ് സാറ് ഈ ഹരിപ്പാട് കരുവാറ്റയിൽ മുത്തശ്ശനെ കൊന്ന സംഭവത്തിൽ 13-കാരിയായ കൊച്ചുമകൾ നിരന്തരം മൊഴിമാറ്റുന്നത് പോലീസിനെ കുഴയ്ക്കുന്നതായാണ് വാർത്തകൾ വരുന്നത്. മുത്തശ്ശൻ തന്നോട് മോശമായി പെരുമാറിയതിലും വൈരാഗ്യവും മൂലമാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നാണ് പെൺകുട്ടി ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നൽകിയ മൊഴിയിൽ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് മുത്തശ്ശൻ കണ്ടുപിടിച്ചതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ്. ഇതിനുശേഷം വീണ്ടും മൊഴിമാറ്റി എല്ലാം തൻ്റെ കാമുകൻ പറഞ്ഞിട്ടാണ് എന്ന്. കവർച്ചയും കൊലപാതകവും ആസൂത്രണം ചെയ്തത് കൊല്ലത്തുള്ള കൂട്ടുകാരനാണ് എന്നും അവൻ നിർബന്ധിച്ചപ്പോഴാണ് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തത് എന്നുമാണ് പെൺകുട്ടിയുടെ മൂന്നാമത്തെ മൊഴി. ഓരോ ഘട്ടത്തിലും പെൺകുട്ടി മൊഴി മാറ്റുന്ന പശ്ചാത്തലത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയും കൗൺസിലറുടെയും സാന്നിധ്യത്തിൽ കുട്ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുമുണ്ട്. അപ്പോൾ ശരിക്കും പോലീസ് ഈ 13-കാരിക്ക് മുന്നിൽ വെള്ളം കുടിക്കേണ്ടി വരുമോ ഇങ്ങനെ മൊഴി മാറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ? കുട്ടികളുടെ മൊഴി സാധാരണഗതിയിൽ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പല സന്ദർഭത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് ഭാവന കൂടും. ഇതുപോലെയുള്ള കുറ്റങ്ങൾ ചെയ്തിട്ട് അത് തനിക്കൊരു കുഴപ്പമുണ്ടാകുമെന്ന് വിചാരിച്ച് അത് മറച്ചു വെക്കും. ഇങ്ങനെയുള്ള മാനസികമായ പല പ്രശ്നങ്ങളും കുട്ടികൾക്കുണ്ടാവും. അപ്പം കുട്ടി ഈ 13-കാരി ഇപ്പം 3-4 പ്രാവശ്യം മൊഴി മാറ്റി പറയുന്നതായിട്ടാണ് കാണുന്നത്. മുത്തച്ഛനെ കൊല്ലാൻ തീരുമാനിച്ചത് മുത്തച്ഛൻ്റെ മോശമായ പെരുമാറ്റം കൊണ്ടായിരുന്നു എന്ന് തുടക്കം മുതലേ കുട്ടി ഇടയ്ക്കിടയ്ക്ക് തട്ടിവിടുന്നുണ്ട്. അതാണ് ഒരു കാര്യം പറഞ്ഞു. പിന്നെ അതിൽ നിന്ന് അങ്ങ് മാറി വീട്ടിലെ അലമാരിയിലെ അവിടെ സ്വർണം പൂട്ടി വച്ചിരിക്കുന്നിടത്ത് കുട്ടി സ്കൂട്ടർ ഉപയോഗിച്ച് ആ അലമാരി തുറക്കാൻ ശ്രമിച്ചത് മുത്തച്ഛൻ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചപ്പം അത് അമ്മയുടെ അടുത്ത് പറയും. ആ സ്വർണം തട്ടിയെടുക്കാനുള്ള ശ്രമം കുട്ടി നടത്തി എന്നുള്ളത് വസ്തുത മോഷണമാണ്. അതോടുകൂടി കുട്ടിക്ക് വല്യച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അടുത്ത് മുത്തച്ഛൻ്റെ അടുത്ത് വൈരാഗ്യം ഉണ്ടാകാൻ മറ്റൊരു കാര്യം പറയുന്നതാണ്. ഇങ്ങനെ വൈരാഗ്യത്തിൻ്റെ പുള്ളിയുടെ നിലപാട് അങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കവർച്ച ആസൂത്രണം ചെയ്യാനുള്ള കാരണം സുഹൃത്തുക്കളാണ്. അവർ നിർബന്ധിച്ചപ്പോഴാണ് താൻ ഇതിന് വഴങ്ങിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ മാറി പറയുന്നതിനൊപ്പം അവസാനം പറഞ്ഞു വച്ചിരിക്കുന്നത് അവർ നിർബന്ധിച്ചപ്പോൾ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് വീടിൻ്റെ വഴി പറഞ്ഞു കൊടുത്തു. അങ്ങനെ താനല്ല ഇതിൻ്റെ പിന്നിൽ, അവരാണ് ഈ ചെയ്തതെന്നാണ് പറഞ്ഞു വരുത്തുന്നത്. കാരണം അപ്പൂപ്പൻ തന്നെ മോശമായി പെരുമാറി, അതുകൊണ്ട് തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു അവർ വന്നു കൊന്നു എന്നുള്ള രീതിയിൽ. രണ്ടാമത്തെ കാര്യം, അപ്പൂപ്പനോട് വൈരാഗ്യം കാരാൻ പൂട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചത്. പിന്നെ കവർച്ചയും കൊള്ളയൊന്നും താൻ ഉദ്ദേശിച്ചില്ല, അവന്മാരാണ് അത് ആസൂത്രണം ചെയ്തത്. ആ രീതിയിലാണ് കുട്ടി ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിനകത്ത് പോലീസിന് കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുക്കാം. കാരണം ഇത് സാധാരണ കള്ളന്മാരുമൊക്കെ ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കും. അവർ ചെയ്ത കുറ്റത്തിന് ഒരു എക്സ്ക്യൂസ്, അത് അവരെപ്പോഴും എല്ലാ കള്ളന്മാരും അങ്ങനെയാണ്. അങ്ങനെ അത് കുട്ടികളെന്ന് പറഞ്ഞതല്ല, കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികളും വലിയവരുമൊക്കെ അവർക്കൊരു ന്യായീകരണം കൊണ്ടുവരും. അങ്ങനെ ഒരു ശ്രമം കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ കുട്ടി പറയുന്നതും പലതും വിശ്വസിക്കുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം അവർ പറയുന്നത് വസ്തുതയാണോ ഇല്ലയോ എന്ന് അത് പോലീസ് വെരിഫൈ ചെയ്ത് അത് ഉറപ്പ് വരുത്തണം. ഇവിടെ ഇങ്ങനെ മാറി പറയുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം അതിനകത്ത് കുട്ടിക്കും ആ കൂട്ടുകാരെ 3 പേർക്കും 18 വയസ്സ് താഴെയുള്ള 3 മൈനർക്കും അവർക്കും ഒരുപോലെ ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം മറ്റൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്, കൊല്ലുന്ന രംഗം ആ കുട്ടിക്ക് ഇട്ടുകൊടുക്കുകയാണ്. അതേ ഒരേ മൈൻഡാണ് 4 പേർക്കും. അതുകൊണ്ട് ഇതിനകത്ത് വേവലാതിപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. പോലീസിന് കൃത്യമായി അത് 4 പേരും ഉൾപ്പെട്ട ഒരു കുറ്റച്ചാർജ് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷേ 13 വയസ്സുള്ള കുട്ടിയായതുകൊണ്ട് ജൂനിയർ ജസ്റ്റിസിലെ ബോർഡിൽ മാത്രമേ അത് പരിഗണിക്കാനൊക്കുള്ളൂ. പക്ഷേ മറ്റൊരു കാര്യം, ഈ 3 ആൺകുട്ടികളെ 16 വയസ്സിന് മുകളിലും 18 വയസ്സിന് ഇടയിലുള്ളത് കൊണ്ട് അവരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് വേണമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു.
ഒരു മേജർ ആൾക്കാർ ചെയ്യുന്ന പോലെ ഉള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചാർത്തി ട്രയൽ ചെയ്യുന്നതിന് അതിന് ചില കടമ്പകൾ കടക്കണമെന്നേ ഉള്ളൂ. അതിന് സാധ്യത കൂടുതലാണ്. സാർ, ശരിക്കും സാർ പറഞ്ഞതുപോലെയാണെങ്കിൽ മറ്റൊന്നുമല്ല ഇതിൻ്റെ പ്രധാന ലക്ഷ്യം, അതായത് ഈ കൊലപാതകത്തിൻ്റെ പ്രധാന ലക്ഷ്യം മോഷണം തന്നെയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇത് മോഷണം തന്നെ, പണത്തിന് വേണ്ടി തന്നെ. ആ കുട്ടിക്കൊരു മൊബൈൽ വേണം. അത് മൊബൈൽ വളരെ ആക്റ്റീവാണ് ആ കുട്ടി. അത് ആരുടെ മൊബൈലാണ് കയ്യിരിക്കുന്നത് നമുക്കറിയത്തില്ല. നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ നമ്മുടെ കൊച്ചു കുട്ടികളെല്ലാവരും 18 വയസ്സിനകത്തുള്ളവരെല്ലാവരും മൊബൈലിൽ അഡിക്റ്റഡാണ്. കൊച്ചു കുട്ടികൾ മുതൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ മുതൽ അഡിക്റ്റഡാണ്. അപ്പോൾ അവർക്ക് ഒരു അംബിഷനുണ്ട്. ആരെ കൊന്നാലും വേണ്ടില്ല, അവർക്കൊരു മൊബൈൽ വാങ്ങിക്കണം, സ്വന്തമായിട്ടൊരു മൊബൈൽ വേണം. അത് രഹസ്യമായിട്ട് ഇങ്ങനെ ഇത് പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു മൊബൈൽ സ്വന്തമായിട്ട് വാങ്ങിച്ച് സൂക്ഷിക്കാം എന്നും ആ കുട്ടി കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഇൻറ്റൻഷൻ, മോട്ടീവ് വളരെ ക്ലിയറാണ് 4 പേർക്കും. അത് മറ്റെന്ത് പറഞ്ഞ് ആ കുട്ടികൾ ഒഴിയാനൊക്കെ നോക്കും. ഇപ്പം മറ്റേ 3 പേരെ ചോദ്യം ചെയ്യുമ്പം ഈ പെങ്കൊച്ച് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്, ഞങ്ങളുടെ കൂട്ടുകാരിയാണ് അവൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെയ്തു. ഇതായിരിക്കും അവരുടെ മേജറായ, അല്ലെങ്കിൽ ഇവളേലും മേജറായ 3 പേരുടെയും സ്റ്റാൻഡ് അങ്ങനെയാണ്. കാരണം ആ കുട്ടി ഒരു കാര്യം പറയുന്നത്, അവന്മാർ നിർബന്ധിച്ചത് കൊണ്ടാണ് അവരെ വീട് കാണിച്ചു കൊടുത്തതെന്നും കൂടെ പറയുന്നുണ്ട്. വളരെ കോൺട്രഡിക്ടറി ആയ വ്യത്യസ്തമായ സ്റ്റാൻഡുകളും മോട്ടീവുകളും ഒക്കെയാണ് ആ കുട്ടി പറയുന്നത്. അവിടെയല്ല, പൊതുവായി നമ്മൾ നോക്കുമ്പം ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്തോ ആയിക്കോട്ടെ, അവർക്ക് പണം വേണം. ആ പണം കിട്ടാൻ വേറെ മാർഗമൊന്നുമില്ല. മുത്തച്ഛനെ കൊല്ലാതെ അവിടുന്ന് എടുക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് മുത്തച്ഛനെ കൊന്നിട്ട് അവിടുന്ന് സ്വർണ്ണം അവർ മോഷ്ടിച്ചുകൊണ്ട് പോയത്. അത് തന്നെയല്ല, ആ കുട്ടിയെ കൊല്ലുന്നത് കൂടെ കണ്ട് ബോധ്യപ്പെടുത്തണം. കാരണം 4 പേരും കൂടെ കരുതിയത് ഇതൊരിക്കലും ലീക്ക് ഔട്ട് ആകത്തില്ല, ഇതൊരു പ്രൊഫഷണൽ മോഷണമായിട്ട് ആ സമയത്ത് കൊന്നുപോയതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും അങ്ങനെ ഒരു ആത്മവിശ്വാസവും ഈ 4 പേർക്കും ഉണ്ടായിരുന്നു. ഇവിടെ ഈ പെൺകുട്ടിക്ക് ശിവൻകുട്ടി ചെട്ടിയാരെ കൊലപ്പെടുത്താനുള്ള വിരോധത്തിൻ്റെ കാരണങ്ങളും അതിനുള്ള തെളിവുകൾ കണ്ടെത്തുകയും കൊലപാതകത്തിൻ്റെയും കവർച്ചയുടെയും ആസൂത്രണം, ഈ കൃത്യം നടത്തിയ രീതി, സംഭവശേഷം പ്രതികളുടെ രക്ഷപ്പെട്ടു പോകൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇനി വിശദമായ ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലുമൊക്കെ ഈ കേസിൽ കൃത്യമായ ഒരു വ്യക്തത ഉണ്ടാകുമോ? ഇനി വ്യക്തത തീർച്ചയായിട്ടും വരും. പോലീസിനകത്തൊരു കാര്യം ചെയ്യേണ്ടി വരും. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് നമുക്ക് കുറ്റച്ചാർജ് തയ്യാറാക്കാൻ കഴിയുള്ളൂ. പക്ഷേ 13 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. മറ്റ് 2 പേരും 16നും 18നും ഇടയ്ക്കാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു ട്രയൽ ഫേസ് ചെയ്യേണ്ടി വരും. ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ വേണമെന്നില്ല. അവിടെ 16നും 18നും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് വലിയ ആൾക്കാരുടെ വളർച്ചയും മാനസിക വളർച്ചയും തൻ്റെയോടും കഴിവും ഒക്കെ ഉണ്ടെങ്കിൽ 16ന് മുകളിലുള്ളവരെയും മേജറായിട്ടുള്ള ആൾക്കാരെ ട്രയൽ നമ്മൾ കാണുന്ന പോലെ തന്നെ അവരെയും ട്രയൽ ചെയ്യാം. അത് ചില കടമ്പകൾ കടക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലേക്ക് പോലീസ് പോകണം. അങ്ങനെ വരുമ്പം ഈ 13 വയസ്സ് ആയ കുട്ടിയെ അപ്രൂവർ ആക്കുന്നതിന് തടസ്സമൊന്നുമില്ല. കുട്ടി ഏതായാലും കുറ്റം ചെയ്തു, അതിന് പ്രോസിക്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ അപ്രൂവ് ആക്കുന്നതിന്, മാപ്പുസാക്ഷിയാക്കുന്നതിന് എന്താ തടസ്സം? പക്ഷേ കോടതി വന്നു കഴിഞ്ഞപ്പം കുട്ടി മൈനറായതുകൊണ്ട് മാപ്പുസാക്ഷി സ്ഥാനത്ത് നിന്ന് കുട്ടി വ്യതിചലിക്കാനും മാറാനുമുള്ള സാധ്യത കൂടുതലാണ്. കാരണം നിയമത്തെപ്പറ്റി വലിയ അവബോധമില്ല. രണ്ടാമത് ഈ ഭൂമിയിൽ ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് തൻ്റെ ആ 3 സുഹൃത്തുക്കൾ തന്നെ. 4 പേരും കൂടെ ഒന്നിച്ചാണ് കുറ്റം ചെയ്തത്. അതുകൊണ്ട് അവരെക്കെതിരായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ആ കുട്ടിയെ നല്ലതായിട്ട് കൗൺസിലിംഗ് ഒക്കെ നടത്തിയാൽ അത് ഒരു അപ്രൂവറിൻ്റെ സ്ഥാനം ആ കുട്ടിക്ക് കൊടുക്കണം. പ്രതിസ്ഥാനത്ത് ചേർത്തിട്ട് മൈനർ ആയതുകൊണ്ട് കോടതി നടപടി എടുക്കില്ല എന്നറിയാം. അതേസമയത്ത് കുട്ടിയെ അപ്രൂവർ ആക്കുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. ആ കാര്യം പോലീസ് പരിശോധിക്കണം. സാറേ, ഈ പെൺകുട്ടിയുടെ ആദ്യത്തെ മൊഴി കൊല്ലപ്പെട്ട ശിവൻകുട്ടി ചെട്ടിയാരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്നാണല്ലോ. ശിവൻകുട്ടി മരിച്ചുപോയി. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മൊഴിക്ക് ഇനി എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. ആൾ മരിച്ചുപോയില്ലേ, നമുക്ക് എങ്ങനെ കൺഫ്രണ്ട് ചെയ്യാനൊക്കും? ഭൂമിയിൽ ആർക്കും അറിഞ്ഞുകൂടാ. ഈ പെൺകുട്ടി പറയുന്നത് സത്യമാണോ ഇല്ലെന്നും അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ശിവരാമൻ ചെട്ടിയാർ ഇപ്പം ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് ആ ഫാക്റ്റ് കുട്ടി ഇങ്ങനെ പറയുന്നത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറയുന്ന പോലെ ഉള്ളൂ. അതൊന്ന് കൺഫ്രണ്ട് ചെയ്യാനോ അതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇല്ലയോ എന്നും അതിനകത്ത് വസ്തുതകളുണ്ടോ ഇല്ലയോ എന്നും നമുക്ക് അയാളോട് ചോദിച്ചെങ്കിൽ മാത്രമേ അത് കണ്ടെത്താൻ കഴിയുള്ളൂ.
അതിനൊരു സാധ്യത വളരെ കുറവാണ്. കാരണം മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ കുട്ടി പിന്നെ അവിടെ നിൽക്കത്തില്ലായിരുന്നല്ലോ. അത് ഇത്രയും നാളായിട്ടും ആ വീട്ടിലല്ലേ താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ പറയുന്നതിലൊന്നും വലിയ വസ്തുതകളൊന്നുമില്ല. കുട്ടി ഈ പറയുന്നത് കള്ളം തന്നെയാണ്. അത് പോലീസ് ഇത്രയും മേജറായിട്ടൊരു ക്രൈം ചെയ്തതുകൊണ്ട് കുട്ടിയുടെ മൈൻഡും അതാണ്. പക്ഷേ 16 മുകളിലോട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയവരെ പോലെ ട്രയൽ ചെയ്യാനൊക്കെ ഉള്ളൂ. പക്ഷേ ഈ കുട്ടിയെ ഒരു കാരണവശാലും നമുക്ക് ആ കേസിനകത്ത് ഉൾപ്പെടുത്താനോ മർഡർ കേസിനകത്ത് ഉൾപ്പെടുത്താനോ റോബറി ഡക്കോയിറ്റിക്ക് ഒന്നും നമുക്ക് അതിനെ ഉൾപ്പെടുത്താൻ കഴിയില്ല. മൈനറാണ്. അതുകൊണ്ട് പക്ഷേ 16 കഴിഞ്ഞൊരു പെൺകുട്ടിയാണെങ്കിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ 4 പേരും ഒരു മെച്യൂരിറ്റിയുള്ള ഒരാളുടെ മനസ്സും തൻ്റെടവും ഇവർക്ക് ഈ പ്രായത്തിൽ കൈവരിച്ചു എന്ന് ബോധ്യപ്പെടുത്തിയാൽ അത് മേജർ ആൾക്കാരുടെ ട്രയൽ നടത്തുന്ന പോലെ ഈ 3 പേരെയും നടത്താം. പെൺകുട്ടിയെ ആ കേസിനകത്ത് സാക്ഷിയാക്കാം.